നമുക്ക് 2 പൊട്ടറ്റോ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അത് നമുക്ക് പൊളിച്ചെടുക്കാം. തണുപ്പ് പോയിരിപ്പുണ്ട്, നമുക്ക് പൊളിച്ചെടുക്കാം. 4 മണിക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. അപ്പം നമുക്ക് ഇതൊന്ന് പൊളിച്ചെടുക്കാം. ഇത് നമുക്ക് ഒരു ഫോർക്ക് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. പൊട്ടറ്റോ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, അതിനാവശ്യമായ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, കൂടെ ഇച്ചിരി ഗരം മസാല എടുത്തിട്ടുണ്ട്, ശകലം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം. നന്നായി കുഴച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായി കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെറിയ ബോളുകളാക്കി എടുക്കും. ഇത് നമ്മൾ ചെറിയ ബോളുകളാക്കി എടുത്തതിന് ശേഷം ഇതൊന്നിങ്ങനെ ഷേപ്പാക്കി കൊടുക്കും. ഇതുപോലെ ഒരു ഷേപ്പാക്കിയിട്ട് ഫോർക്ക് വെച്ച് ഒരു പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ആക്കിയിട്ട് എല്ലാം ഇതുപോലെ ആക്കി മാറ്റി വെക്കാം. അപ്പം നമുക്ക് ഇതേപോലെ ഒരു ഫോർക്ക് വെച്ച് നമുക്ക് എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. ഓരോന്ന് നമ്മൾ ചെയ്ത് തീരാറായി. ഇത് നന്നായിട്ട് വരച്ചെടുത്താൽ മതി. ഇത് വേറെ പാടൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വരയം പൊട്ടറ്റോ എന്ന പേരാണ്. നമ്മുടെ വരയം പൊട്ടറ്റോ നമ്മളെല്ലാം വരഞ്ഞ് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വരയം പൊട്ടറ്റോ നമുക്ക് ഇപ്പം ഒരു പാനിലോട്ടിട്ട് വറുക്കാം. പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇത് അധികം എരിവൊന്നുമില്ല. അപ്പം നല്ല കളറ് മാത്രമേ ഉള്ളൂ. നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ അധികം എരിവില്ല. പിന്നെ ഇത് സോസ് വല്ലതും മുക്കി നമുക്ക് വലിയവർക്കാണെങ്കിലും കഴിക്കാം, പിള്ളേർക്കാണെങ്കിലും അങ്ങനെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് പാനിലിടാം. അപ്പം നമുക്ക് വരയം പൊട്ടറ്റോ വറുത്തെടുക്കാം. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി വരയം പൊട്ടറ്റോ നമുക്ക് ഓരോന്നായി കഴിക്ക് തന്നെ ഇട്ട് കൊടുക്കാം. നന്നായി വെയിൽ കിടന്ന് നന്നായി മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കോരിയെടുത്താൽ മതിയാവും. പിന്നെ ഇത് ആവശ്യമായത് മാത്രം ഇട്ട് കൊടുക്കാം. നമുക്ക് 2 പ്രാവശ്യമായിട്ട് പൊരിക്കേണ്ടി വരും. ഒന്ന് മുട്ട ആദ്യത്തെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. നന്നായി മൊരിഞ്ഞ് വരട്ടെ. എണ്ണ എല്ലായിടവും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ വരയം പൊട്ടറ്റോ നന്നായി മൊരിയാൻ പോകുന്നു. നന്നായി മൊരിഞ്ഞിട്ട് നമുക്ക് എടുത്താൽ മതി. മറിച്ചിടാം. ഇപ്പം നമ്മുടെ വരയം പൊട്ടറ്റോ ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട് ഒരു വശം. നമുക്കിനി ഓരോന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ ഓരോ പീസും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നന്നായി വരയും പൊട്ടറ്റോ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓരോന്ന് എണ്ണ ഊറ്റി ഇതിലോട്ടിടാം. ഒരു ടിഷ്യൂ പേപ്പറിലോട്ടിടാം. ഇതെല്ലാം എടുത്തിട്ടതിന് ശേഷം നമുക്ക് അടുത്തത് ഓരോ പീസായിട്ട് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. അപ്പം അടുത്ത വരയും പീസ് നമുക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ വരയും അത് ഇതൊന്ന് മൊരിയട്ടെ. അപ്പം നമ്മുടെ വരയും പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പം ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. 2 പൊട്ടറ്റോ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ചെറിയ പൊട്ടറ്റോ ആയിരുന്നു ഇത്.